കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വിശുദ്ധ ആരാധനയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന ധ്യാനത്തിനായി ഒരു പ്രാവശ്യം കൂടെ ദിവസത്തിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പ്രഭാതത്തിൽ നാം പഠനം തുടരുന്നു. എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുന്നതും. അല്ലേലൂയ. മടങ്ങി വരുവാൻ കഴിയാതെ വണ്ണം മാനസാന്തരത്തിൻ്റെ പരിധി വിട്ട് പുറത്തുപോയ ചിലരെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച നാം ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്ന ചിന്തയിലേക്ക് നമ്മുടെ അല്ലേലൂയ പഠനം കൊണ്ടുവന്നല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യമാണ് നാം വായിച്ചത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയും ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്ന് ആ ചിന്തകൾ നാം പഠിച്ചു വരികയാണ്. വിശേഷാൽ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച് വന്ന പ്രധാന ഭാഗം എന്നെ വീണ്ടും വീണ്ടും അത് ചിന്തിപ്പിക്കാനിടയായി തീർന്നു. ദൂതൻ കൈക്ക് പിടിച്ച് പുറത്തിറക്കിയിട്ടും ജീവിതയാത്രയിൽ ഓടിയെത്തുവാൻ കഴിയാതെ ഹതാശയായിപ്പോയ ഒരു വനിതയെക്കുറിച്ചാണല്ലോ നാം ചിന്തിക്കുന്നത്. ദൈവസ്പർശനം അനുഭവിച്ചിട്ടും ദൈവം തൻ്റെ നേരിട്ട് കരം പിടിച്ചിട്ടും ദൈവാലോചന ചെവിയിൽ മഴയുടെ ഇടിമുഴക്കം പോലെ മുഴങ്ങിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് ഓടിയെത്തുവാൻ കഴിയാതെ പട്ടുപോകുന്നവരുടെ നീണ്ട നിര ഈ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും നാം കണ്ടുവരികയാണ്. സ്തോത്രം. ദൈവശബ്ദം കേൾക്കാഞ്ഞിട്ടോ ദൈവസ്പർശം അനുഭവിക്കാഞ്ഞിട്ടോ അല്ല, ജീവിതയാത്രയിൽ ലക്ഷ്യം തെറ്റിപ്പോയവർ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. പാട്ടുകാരൻ പറയുന്ന പോലെ വീരന്മാരുടെ അസ്ഥികൂടങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരിക്കൽ നന്നായി ഓടിയവരായിരുന്നു, എന്നാൽ കാലപ്പഴക്കത്തിങ്കൽ വിശ്വാസയാത്രയിൽ മോക്ഷയാത്രക്കാരന് സിയോൻ യാത്രക്കാരന് ലക്ഷ്യം തെറ്റി അക്കരെ നാട് സ്വപ്നമായി അവശേഷിക്കുന്നത് നാം കാണുന്നു. പ്രധാനമായും കഴിഞ്ഞ ആഴ്ച എന്നെ ചിന്തിപ്പിച്ചതും ഞാൻ വായിച്ചതുമായത് അതിൻ്റെ 17-ാം വാക്യമായിരുന്നല്ലോ. ഉൽപ്പത്തി 19-ൻ്റെ 17-ാം വാക്യം. 4 കൽപ്പനകൾ വായിക്കുന്നതിന് മുമ്പ് ഓർമ്മയുള്ളവർക്ക് പറയാം. 4 പ്രധാന കൽപ്പനകളാണ് ദൂതൻ ലോത്തിനോടും കുടുംബത്തോടും ചെയ്യാൻ ആവശ്യപ്പെട്ടത്. 4 പ്രധാന കൽപ്പനകൾ വളരെ പ്രസക്തമായ പ്രസിദ്ധമായി എടുക്കേണ്ട 4 കൽപ്പനകളായിരുന്നു. ഏതൊക്കെയാണ് ഓർമ്മയുള്ളവർ പറയാം. 1, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകണം. 1-ാമത്തെ കൽപ്പന അതായിരുന്നു. നിങ്ങൾ ജീവിതയാത്രയിൽ നിന്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഓടി രക്ഷപ്പെടണം. നാം അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. നമ്മുടെ ജീവയാത്രയിൽ ഏറ്റവും അത്യന്തമായത് ശരീരം തളർന്ന് കിടക്കേണ്ടി വന്നാലും ജീവിതയാത്രയിൽ ഒരു നന്മ പോലും കണ്ണുകൊണ്ട് ഭൗതിക തലത്തിൽ അനുഭവിക്കേണ്ടി വന്നില്ലേലും സ്വർഗരാജ്യത്തിൽ ഓഹരി നഷ്ടപ്പെടുകരുത്, ക്ഷയവും വാട്ടവും മാലിന്യമില്ലാത്ത നിത്യരാജ്യത്തിന് ഉപകരിക്കാരായി തീരണമെന്ന ആത്യന്തിക ലക്ഷ്യം നമ്മുടെ അകത്ത് മനസ്സിൽ കൊത്തിവെച്ചിരിക്കണം. 2, പുറകോട്ട് നോക്കരുത്. മുന്നോട്ടെടുത്ത് വെച്ച കാല് പുറകോട്ട് നോക്കുവാൻ പാടില്ല, പിമ്പിലുള്ളതിനെ മറന്നു വേണം ഓടുവാൻ എന്നുള്ളതായിരുന്നു. 3-ാമത്തെ ചിന്ത, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നാടില്ല, ഇവിടെ ഞാൻ വെറും പരദേശിയാണ്, അന്യനാണെന്ന് വിശ്വാസത്താൽ ഏറ്റു പറയുമ്പോഴാണ് വിശ്വാസയാത്രയുടെ മധുരമുണ്ടാകുന്നത്. അല്ലേലൂയ. എപ്പോഴും ഞാൻ അന്യനാണ്, പരദേശിയാണ്. 130-ാമത്തെ വയസ്സിലും യാക്കോബിന് പറയുവാനുള്ളത് എൻ്റെ പരദേശ പ്രയാണം. അബ്രഹാമിനല്ലി അബിമേലൊക്കെ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന രാജാവിനോട് പറയുന്നത് ഞാൻ ഇവിടെ വന്നു പാർക്കുന്ന പരദേശിയാകുന്നു. അങ്ങനെ ഭക്തന്മാരെല്ലാം പരദേശികളാണെന്ന് പറയും. 4-ാമത്തെ കൽപ്പന എന്തായിരുന്നു? ആ പർവ്വതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സകല സൃഷ്ടിയുടെയും ആനന്ദമാകും. നമുക്ക് ഓടിക്കയറുവാൻ ഒരു പർവ്വതം ദൈവം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ 4 ദൂത കൽപ്പനകളായിരുന്നു പ്രധാനമായിട്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. ഇനിയും നാം മടങ്ങി വരുന്നത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്നുള്ള ചിന്തയിലേക്ക് മടങ്ങി വരികയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നിർത്തി നാം പഠനത്തിനായി വായിക്കുന്നത്. 23 മുതൽ 26 വരെ. ഇപ്പോൾ ലോത്തിൻ്റെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച് വലിച്ച് സോതോമിനും ഗോമോറയ്ക്കും പുറത്തിറക്കി. അത് വളരെ സത്യമാണ്. ലോത്തിനെയും കുടുംബത്തെയും സോതോമിനും ഗോമോറയുടെയും ടെറിട്ടറിക്ക് പുറത്തു കൊണ്ടുവന്നു. ലോത്ത് സോവാറിൽ കടന്ന് അർദ്ധരാത്രി അല്ലെങ്കിൽ പ്രഭാതയാമത്തിൽ തന്നെയാണ് അവരെ ബന്ധപ്പെടുത്തി കൈക്ക് പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് ഹല്ലേലൂയ. ലോത്ത് ഭാര്യ തൻ്റെ 2 പെൺമക്കൾ ഒരുമിച്ചുള്ള യാത്രയാണ്. കൈക്ക് പിടിച്ച് വലിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നു. അവർ സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് ദൈവം അരുളി ചെയ്ത പോലെ സോദോം ഗോമോറയുടെ മേൽ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. നോക്കുക അവിടുത്തെ സിവിയാരിറ്റി. ദൈവത്തെ കോപത്തിന്റെ ന്യായവിധിയുടെ അഗ്നി ഗന്ധകം തീ പെയ്തിറങ്ങിയപ്പോൾ സോദോമും ഗോമോറയും ഉൾപ്പെടുന്ന സകല പ്രദേശങ്ങളിലെയും സകലവും കത്തി നശിച്ചുവെന്നാണ് അവിടെ പറയുന്നത്. സോദോമിൻ്റെയും ഗോമോറയുടെയും സകലതും കത്തി നശിച്ചു. അവിടെ തൊട്ട് തുടങ്ങിയാണ്.
ലോത്തിന്റെ ഭാര്യ അവന്റെ പിൻപിൽ നിന്ന് തിരിഞ്ഞ് നോക്കി. നിൽക്കുക, ആ ചിന്തയിലേക്ക് വന്ന് ഒരു നിമിഷം അവിടെ നിൽക്കണം. ഇതാണ് നമ്മുടെ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലത്ത്, ഇന്ന് രാവിലോട്ട് രാത്രി ഇന്ന് പകലത്തെ ചിന്താവിഷയം. സ്തോത്രം. ഒരു ഇരുട്ട് പോലൊക്കെ തോന്നുന്നുണ്ട് അവിടെ. കാരണം ഇന്ന് അന്ധകാരത്തിൻ്റെ ഇരുട്ടല്ല, കണ്ണ് കാണാൻ പറ്റാത്ത പോലെ ഒരു ഇരുട്ട് പോലൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ലോത്തിന്റെ ഭാര്യ അവന്റെ പുറകിൽ നിന്ന് തിരിഞ്ഞു നോക്കണം. ശ്രദ്ധിച്ചു നോക്കണം. തിരിഞ്ഞു നോക്കരുത്. ദേഹരക്ഷയ്ക്കായി ജീവരക്ഷയ്ക്കായി ഓടുക. പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ഈ പ്രദേശത്തെങ്ങ് നിൽക്കരുത്. ആ പർവ്വതത്തിലേക്ക് ഓടണം. കൽപ്പന വളരെ കനമുള്ളതായിരുന്നു. ലക്ഷ്യം പർവ്വതമാണ്. പർവ്വതം എത്തുന്നത് വരെ ഇടം വലം നോക്കുവാൻ അനുവാദമില്ല. അങ്ങും ഇങ്ങും നോക്കിയാൽ നാം മുന്നിൽ പോയിട. ഭംഗമില്ലാതെ ഓടിയാൽ എന്ത് കിട്ടുകയുള്ളൂ? കിരീടം പ്രാപിക്കുകയുള്ളൂ. ഇടം വലം നോക്കുവാനുള്ള ഒരു സാധ്യതയില്ല. ഇടയ്ക്ക് വെച്ച് 5 വർഷം ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ചതല്ലേ? ഇടയ്ക്കൊന്നും ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാമോ? ഇല്ല. 50 വർഷം ദൈവത്തെ ആരാധിച്ചതല്ലേ? ഇടയ്ക്ക് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കാമോ? ഇല്ല. ലക്ഷ്യസ്ഥാനം ആ പർവ്വതം, അക്കരെ നാട്ടിൽ പർവ്വതം, സിയോൻ പർവ്വതത്തിൽ കാല് കുത്തുന്നവരെ ഇടം വലം നോക്കുവാനുള്ള ഒരു പ്രമാണവും ഒരു ദൈവ പൈതലിനില്ല. കുറച്ച് കാലങ്ങളിലേക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയ ഭൗതിക നന്മകൾ ആസ്വദിക്കുന്നതല്ലാതെ വേറൊന്നിലും നമ്മുടെ മനസ്സ് കുടുങ്ങിപ്പോകരുത് എന്നുള്ളത് നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം പോലെ ഈ ലോകത്തിലല്ല, ഉയരത്തിൽ തന്നെ ചിന്തിച്ചു വേണം യാത്ര ചെയ്യുവാൻ. ഇവിടെ പറയുന്നത് ലോത്തിന്റെ ഭാര്യ 23-ാം വാക്യത്തിൽ എടുത്തു പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ ലോത്തിന്റെ ഭാര്യ ലോത്തിന്റെ പുറകിൽ നിന്ന് തിരിഞ്ഞ്. അപ്പം ഒരുമിച്ച് നടന്നെങ്കിലും ഇടയ്ക്ക് അമ്മ ഇച്ചിരി സ്ലോ ആയി. ഇടയ്ക്ക് അപ്പോൾ ദൂതം കൈക്ക് പിടിച്ചില്ലേ നടത്തുന്നത്. അപ്പോൾ ഒരേപോലാണ് കൈക്ക് പിടിച്ച് വലിക്കുന്നത്. അല്ലല്ലോ എനിക്ക് ഓടാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി അവർ 5-6 പേരൊക്കെ വലിയ ആരോഗ്യമുള്ളവർ, മസിലൊക്കെ ഉള്ളവർ അവരെ പിടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് ലൊച്ചാന് നല്ല സ്പീഡായിരുന്നു. എൻ്റെ അടുത്ത് വന്നപ്പം ബലമില്ലാത്ത 2 ദൂതന്മാരെ വിട്ടത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 2 ദൂതന്മാർ ഇറങ്ങി വന്നാൽ അവർ 2 പേരുമാണ് ആരുടെ കൈക്ക് പിടിച്ചത്? ആലോചിച്ച് നോക്കിയേ. ലോത്ത് ഭാര്യ മക്കളെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് 2 വശത്തും ദൂതന്മാർ വലിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ വാരി ചുറ്റി വലിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരു എക്സ്ക്യൂസ് പോലും പറയാൻ പറ്റത്തില്ല. എൻ്റെ മേൽ പിടിച്ച കൈ, എൻ്റെ മേൽ പിടിച്ചിരുന്ന കരം ബലഹീനമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നടക്കുന്നതിനിടയ്ക്ക് പുള്ളിക്കാരി സ്പീഡ് അങ്ങ് കുറച്ചു. ഈ ലോത്ത് ഒരുമിച്ചാണ് നടക്കുന്നതിലും വേഗത അങ്ങ് കുറച്ചു. പുറകിലോട്ട് മാറി, അച്ഛൻ്റെ പുറകിലോട്ട് പെട്ടെന്ന് മാറിയിട്ട് എന്ത് ചെയ്താൽ പിന്നെ എന്നിട്ടാണ് പുറകെ നിന്നുകൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത്. ശ്രദ്ധിക്കുക, ഒരുമിച്ച് നടക്കേണ്ടതാണ് കുടുംബം, ഒരുമിച്ച് നടക്കേണ്ടതാണ് സഭ. കുടുംബങ്ങൾ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സഭയിലുള്ളവരെല്ലാം ഒരുമിച്ച് സിയോൻ യാത്രക്കാരുടെ വേഗത തുല്യമായിരിക്കണം. സ്തോത്ര. വേഗത എന്ന് പറയുന്നത് ഞാൻ ഓടിത്തീർക്കുന്ന വേഗതയല്ല, ലക്ഷ്യം ഒന്നായിരിക്കണം. കുടുംബവും എല്ലാവരും ഒരുമിച്ച് നടക്കണം. അതാണ് കുടുംബ ഭദ്രതയുടെ ഉറപ്പെന്ന് പറയുന്നത്. ഭർത്താവ് തെക്കോട്ടും ഭാര്യ വടക്കോട്ടും മക്കൾ പടിഞ്ഞാറോട്ടും പോകുന്നതല്ല ആത്മീയം എന്ന് പറയുന്നത്. വി നീഡ് ടു വാക്ക് ടുഗദർ. ഒരുമിച്ച് നടക്കുക. ഏകാലലിയ ഒരു നുകത്തിൽ കെട്ടിയ കാളകളെ പോലെ ഒരുമിച്ച് നടക്കുന്നതാണ് യൂണിറ്റി. ദാറ്റ് ഈസ് ദ ഗ്രേറ്റ്നെസ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ദ ക്രിസ്ത്യൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിന്റെ മധുരം, സൗന്ദര്യം എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള നടത്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ പിന്മാറ്റത്തിന്റെ തുടക്കം. പിന്മാറ്റത്തിന്റെ ദ സൈൻ ഓഫ് ബാക്ക് സ്ലൈഡിങ്. പിന്മാറ്റത്തിന്റെ തുടക്കം ശരീരം കൊണ്ട് മുന്നോട്ട്, മനസ്സുകൊണ്ട് പുറകോട്ട്. ശരീരം കൊണ്ട് നമ്മൾ മുന്നോട്ടായിരിക്കും, മനസ്സുകൊണ്ട് പുറകോട്ടായിരിക്കും. മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങി ചെങ്കടൽ കടന്ന് മാറായിലെ മധുരമുള്ള വെള്ളവും കുടിച്ച് ഈന്തപ്പനയുടെ മധുരമൊക്കെ അനുഭവിച്ച് എലീമിലെ വെള്ളവും കുടിച്ച് നടന്ന് കയറിയിറങ്ങിയവർക്കും മനസ്സുകൊണ്ട് അവർ പുറകോട്ടായിരുന്നു, ശരീരം കൊണ്ട് മുന്നോട്ടായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും നാം എപ്പോഴും പറയുന്ന പോലെ അവരുടെ മനസ്സിൽ ആദ്യമേ ഓടി വരുന്നത് മത്തങ്ങ, ചിറ്റുള്ളി, ഇറച്ചിക്കലം, മിസ്രയീം, പറവോന്, ഇങ്ങനെയൊക്കെ അടുത്ത് വരുന്നതിൻ്റെ കാരണം എന്താ? മനസ്സുകൊണ്ട് പുറകോട്ടും ശരീരം കൊണ്ട് നമ്മളും ഇങ്ങനെ ശരീരം കൊണ്ട് മുന്നോട്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ പിന്നെ ശരീരം ഇവിടെ പ്രസൻ്റ് ആണല്ലോ, എവർ റെഡി പ്രസൻ്റ്. കോറം എടുത്ത് 1 2 3 4 എണ്ണം എടുത്ത് എണ്ണ. പക്ഷേ ഇപ്പോഴും വീട്ടിലെ കഥ അടച്ചു ഓർത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. വണ്ടി ലോക്ക് ചെയ്തായിരുന്നു, ലൈറ്റ് ഇട്ടായിരുന്നു, എവിടെ ആയിരുന്നു, അല്ലേ പിള്ളേർ എവിടെ എന്നൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളങ്ങോട്ടാ ഇപ്പം എൻ്റെ കൂട്ടത്തിലുണ്ടേ. മനസ്സുകൊണ്ട് പുറകോട്ട് പലപ്പോഴും, ശരീരം കൊണ്ട് മുന്നോട്ടാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട്. ചർച്ചിലൊക്കെ ഇരിക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. 12 പേര് നമ്മുടെ ബോഡി ഇവിടെ അവൈലബിളാണ്. പക്ഷേ ഇവിടെ ഇരുന്നുകൊണ്ട് നാളത്തെ ജോലിയുടെ കാര്യം അവൻ പറഞ്ഞത്, അവർ പറഞ്ഞത്, കേട്ടത്, നിന്നത്, ഇതെല്ലാം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതെല്ലാം ഇങ്ങനെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇരുന്ന് എവിടെ എല്ലാം പോയിട്ടാണ് വരുന്നത്. നാട്ടിൽ പോകുന്ന കാര്യം വരെ ആലോചിക്കുന്നുണ്ട് ഇവിടുന്നുണ്ട്. ഇപ്പോൾ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ പോകാൻ പറ്റും, എപ്പോൾ പോകാൻ പറ്റും, ആരൊക്കെ എൻ്റെ കൂടെ വരാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കുന്നവരുണ്ടല്ലോ, എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ. ശരീരം കൊണ്ട് മുന്നോട്ടാണ്, പക്ഷെ മനസ്സുകൊണ്ട്
പുറകോട്ട. ലോത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം ഈ മക്കളെ, ഈ ഫോണെന്ന് പറയുന്ന സാധനം നല്ലതാണ്, ഒരു കുഴപ്പമില്ല, നല്ല സാധനമാണ്, ഇത്രയും രീതിയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ കയ്യിൽ. പക്ഷേ ബൈബിള് വായിക്കാനോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ല. ഞാൻ ആകെ ഉപയോഗിക്കുന്ന ഇവിടുത്തെ ടെമ്പറേച്ചർ, നോർത്ത് ബിൽഡിങ്ങിലെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇവിടെ കൊണ്ടുവരത്തുമില്ല. നോർത്ത് ബിൽഡിംഗ് വേറെ കൈ എത്താവുന്ന ദൂരത്തില്ലാത്തതുകൊണ്ട്, വേറെ ആരെങ്കിലും അന്നേരം ഇല്ലാത്തതുകൊണ്ട് ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫോൺ എടുത്ത് വെച്ചിരിക്കുന്നത്. വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കരുത്. നമുക്ക് വരുന്ന ദൈവകാര്യത്തിൽ കഴിഞ്ഞൊരു അത്യാവശ്യം ഒരു ദൈവഭേദം ഇല്ല. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സഭായം കഴിഞ്ഞിട്ടല്ലേ അവിടെ കൊള്ള ഏതായാലും ഇനി ഉറപ്പാണ്. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലാണെങ്കിലും ആരായാലും വെച്ചിട്ടുണ്ടാകും. കാരണം ഇതൊക്കെ ഇത് കഴിഞ്ഞുള്ള കാര്യമുള്ളൂ. സ്വർഗരാജ്യത്തിന് മുൻതൂക്കം കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് എഴുന്നേറ്റ് നോക്കുന്നത് തന്നെ ഒരു അസ്വസ്ഥയാണ് നമുക്ക്. നിങ്ങളെ തന്നെ, നിങ്ങളുടെ മനസ്സിനെ പുറകോട്ട് കൊണ്ടുപോകുന്ന പിശാചിൻ്റെ പദ്ധതി ഇത് മാത്രമല്ല, പലതുകൊണ്ട്. ആരെങ്കിലും വന്ന് അടുത്തിരുന്നുകൊണ്ട് കുശുകുശിക്കാൻ തുടങ്ങിയാൽ അന്നേരം സഹോദര കേൾപ്പാൻ എനിക്ക് ചെവിയില്ല, എൻ്റെ ചെവി എപ്പോഴേ കർത്താവിന് കൊടുത്തു എന്ന് പറഞ്ഞ് സമർപ്പിക്കും. കയറി വരുന്ന ഉടനെയും ഹല്ലേലൂയ ഒരു കാര്യം നമുക്ക് അറിയണ്ടായിരുന്നു. ഹല്ലേലൂയ കേട്ടായിരുന്നോ, അറിഞ്ഞായിരുന്നോ, അറിഞ്ഞില്ലായിരുന്നല്ലോ, ഇനി കേൾക്കാനുമില്ലല്ലോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനാ ദൈവം നമ്മളെ വിളിച്ചിരുന്നു. ആശ ഇച്ഛ ഒക്കെ അടക്കിയോടുകിൽ ആശ വെച്ച പന്തയം പൊരുൾ ലഭിച്ചിടാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഓടി വരണം. ആത്മീയ കാര്യങ്ങളിലുള്ള നമ്മുടെ ഉത്സാഹം ഒരു പ്രാവശ്യം കൂടെ അരക്കിട്ടുറപ്പിക്കണം. ഇന്ന് രാവിലെ മനസ്സുകൊണ്ട് മുന്നോട്ട് പോകണം. ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് മുന്നോട്ട് പോകണം. സ്തോത്രം. അപ്പോൾ നോക്കുക, ഈ ലോത്തിനൊപ്പം നടന്നവൾ, ദൂത സ്പർശനം കയ്യിലുള്ളവൾ, ദൂതൻ കയ്യിൽ പിടിച്ചവളാ. ഇപ്പോൾ ലോത്തിന്റെ പുറകിലേക്ക് മാറിയിട്ട് അവിടെ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തു? തല തിരിഞ്ഞു നോക്കിയത്. സോദോമിൽ പെയ്തിറങ്ങിയ അഗ്നിഗന്ധ വർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബമാണെന്ന് മനസ്സിലാക്കണം. ദൈവക്രോധത്തിന്റെ തീയിൽ നിന്ന്, ദൈവിക അഗ്നിയിൽ നിന്ന്, നരകത്തിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബമാണ്. ലോത്തിനെ പ്രതി ആ കുടുംബത്തെ ദൈവം ഒന്നാകെ വിടുവിച്ചു എന്നാണ് പറയുന്നത്. ലോത്തിനെ പ്രതി ആ കുടുംബത്തെ വിടുവിച്ചു. രക്ഷിക്കണം. ഒന്നും കൂടെ ശ്രദ്ധിക്കണം. ഇനി ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ അതിനൊരു ഇച്ചിരി സീരിയസ് കാര്യമുണ്ട്. 29 വാക്യം വായിച്ചാട്ടെ. 29 ഉൽപ്പത്തി 19:29 വായിക്കുന്നത്. അബ്രഹാമിനെ ഓർത്തു. അല്പം കൂടെ മുന്നോട്ട് പോകുക. ദൈവം ആ പ്രദേശങ്ങളെ നശിപ്പിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഗന്ധകവും തീയും വാരി സോദോമിന്റെ മേൽ മഞ്ഞു പെയ്യുന്ന പോലെ വാരി എറിയുമ്പോൾ ദൈവം ആരെ ഓർത്തു? കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഏകദേശം 99 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ, അല്ലെങ്കിൽ വന്യവയോധികനായ മനുഷ്യൻ, വീട്ടിലെ സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉൽപ്പത്തി 18-ാം അധ്യായത്തിന് 22 വായിക്കുമ്പോൾ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിച്ചത് ആരോ ഓർത്തു? ദൈവം ഓർത്ത്. പലയിടത്തെയും അഗ്നിവർഷം പെയ്തിറങ്ങുമ്പോൾ നാം ഒഴിഞ്ഞു പോയത് ചില പിതാക്കന്മാരുടെ കണ്ണുനീരാ. ഓ റബാസ് ഹതുരാധന. ചില മാതാക്കളുടെ കണ്ണുനീരാ എൻ്റെ മേൽ പെയ്തിറങ്ങുന്ന അഗ്നിവർഷത്തെ. അല്ല, എൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല. സോദോമിൽ കൂടാരം വെച്ച് ആഘോഷിച്ച് നടക്കുന്ന എൻ്റെ മേൽ പെയ്തിറങ്ങണ്ട തീയുടെ ചൂടിനെ തട്ടിമാറ്റിയ മാതാക്കളുടെ കണ്ണുനീർ ഇന്നും സ്വർഗത്തിലുണ്ട്. ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അതൊരു സ്വത്തായിട്ട്, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ കണ്ണുനീർ വെറുതെയാണോ? 56-ാം സങ്കീർത്തനത്തിൽ നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നോ, അല്ലെങ്കിൽ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഒരു വല്ലാത്ത ഉഴൽച്ച മനസ്സിനകത്ത് കയറിയിട്ട്, വാണ്ടറിങ് സ്പിരിറ്റ് അകത്ത് ഉഴൽച്ച കയറിയിട്ട് എന്താണെന്ന് അറിയത്തില്ല, ഒരു മീനിങ്ങും ഇല്ല. രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, രാത്രിയിൽ പാമടക്കി വായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, പ്രഭാതത്തിൽ ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിക്കുക. എന്തോ ഒരു വലിയ ഭാരം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നീ എൻ്റെ കണ്ണുനീർ എൻ്റെ തുരുത്തിയിൽ ആക്കി. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? വർഷം കഴിയുമ്പോൾ, കാലം കഴിയുമ്പോൾ, തലമുറ മാറി മാറി പോകുമ്പോൾ അന്ന് കരഞ്ഞ കണ്ണുനീരിന്റെ മറുപടിയായി അനേകരുടെ മേൽ പെയ്തിറങ്ങേണ്ട അഗ്നിവർഷത്തെ പിശാചിന്റെ തന്ത്രങ്ങളെ സ്വർഗം തട്ടിമാറ്റിയിരിക്കും. 2019 ജനുവരി മാസം ആരംഭത്തിൽ തണുപ്പുള്ള പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ജനുവരി മാസത്തിൽ മറുപടി കണ്ടില്ലെങ്കിലും ഡിസംബർ ആകുന്നതിന് മുമ്പ് ആരുടെയൊക്കെ മേൽ പെയ്തിറങ്ങുന്ന അഗ്നിവർഷത്തെ സ്വർഗം തട്ടിമാറ്റിയിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിക്കും? ഓ റമാന ഹംദാരാധന വൈഷമാന. ഇന്ന് രാത്രിയും ഇന്ന് രാവിലെയും ആത്മാവിൽ ഞാൻ സ്തുതിക്കുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതും, കിടക്കയിൽ കിടന്നു പ്രാർത്ഥിച്ചതും, നടന്നു പ്രാർത്ഥിച്ചതും, ഉപവാസം എടുത്തു പ്രാർത്ഥിച്ചതും, ഹല്ലേലൂയ മാറത്തടിച്ച് നിലവിളിച്ച് ചുവരോട് മുഖം ചേർത്ത് വെച്ച് ആത്മാവിൽ കരഞ്ഞു പ്രാർത്ഥിച്ചതുമൊക്കെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണെന്നറിയാമോ? ഓർക്കുന്ന ദൈവം. അബ്രഹാമിനെ ഓർത്തെന്ന്.
അബ്രഹാമിനെ ഓർത്തു. ഹല്ലേലൂയ. എന്നെ ആരോർക്കുമെന്നൊക്കെ നീ ഓർത്തില്ലേ? സ്വർഗം നിന്നെ ഓർക്കുന്നുണ്ട്. ആരും അറിയാത്തവനെ പോലെ അറിയാത്തവളെ പോലെ ഞരങ്ങി. അന്ന് നീ മധ്യസ്ഥി അണച്ചത് സാറ കൂടാരത്തിൽ അറിഞ്ഞില്ല. അന്ന് നീ മധ്യസ്ഥി അണച്ചത് വീട്ടിലുള്ള 318 അഭ്യാസികൾ അറിഞ്ഞില്ല. അന്ന് നീ മധ്യസ്ഥി അണച്ചത് എലയാസർ അറിഞ്ഞില്ല. എന്തിനേറെ പറയുന്നു, കൂടെയുള്ള ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിലും ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആരെയും കാണാനും കേൾപ്പിക്കാനും ഉള്ളതല്ലോ നമ്മുടെ പ്രാർത്ഥന. രാത്രിയുടെ യാമങ്ങളിൽ തലയിണയിൽ മുഖമമർത്തി കരഞ്ഞതൊക്കെ വെറുതാവായില്ലെന്ന് വെളിവാകുന്ന ദിവസം തൊട്ട് മുമ്പിലുണ്ടെന്ന് ആത്മാവിൽ ദൂത് പറയുമ്പോൾ സന്തോഷത്തോടെ ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലോത്തിനെ പ്രതി ആ കുടുംബത്തെ, അബ്രഹാമിനെ ഓർത്ത് ആ കുടുംബത്തെ ദൈവം രക്ഷിച്ചു. ലോത്ത് ഒരു നീതിമാനായിരുന്നു. പക്ഷേ വിശുദ്ധ തിരുവഴുത്ത് ലോത്തിനെ സംബോധന ചെയ്യുന്നത് വലഞ്ഞുപോയ നീതിമാൻ. ഭർത്താവ് വലഞ്ഞു പോയാൽ ഭാര്യ വലിഞ്ഞു പോകും, അല്ലെങ്കിൽ അലിഞ്ഞു പോകും. അതുപോലെ അതിൽ ഉപ്പുകൊണ്ടായി പോയില്ലേ, പിള്ളേർ തല തിരിഞ്ഞു പോകും. അപ്പോൾ ഒരുത്തൻ നീതിമാൻ, കുടുംബത്തിലുള്ളവരെ നീതിമാന്മാരായി നടക്കണം. വലഞ്ഞു പോയ നീതിമാൻ, അത് ഇച്ചിരി കഷ്ടപ്പാടാണത്. നമുക്ക് പിന്നെ ട്രാൻസ്ലേറ്റൊക്കെ ചെയ്തെടുത്ത് വരാൻ വേണ്ടി. എന്നാലും നമ്മൾ അതൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ലോത്ത് വലഞ്ഞു പോയ പെന്തിക്കോസുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ പോലെ ഇരിക്കും. ആലോചിച്ച് ഈ പെന്തിക്കോസുകാരൻ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വലഞ്ഞു പോയൊരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ വലഞ്ഞു പോയ നീതിമാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആകർഷമായിപ്പോയി. അപ്പോൾ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. 2 പത്രോസിലേക്ക് പോകാം. 3 കാരണങ്ങളാണ് ലോത്ത് വലഞ്ഞുപോയ നീതിമാനാകാനുള്ള 3 കാരണങ്ങൾ അവിടെയുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇത് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്കൊരു ദൃഷ്ടാന്തമാണ്. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലവന്റെ ഭാര്യയുടെ കാര്യം കഥ പറഞ്ഞിട്ട് ഇവിടെ സന്തോഷിച്ച് കൈയടിക്കാനൊന്നുമല്ല. അവർക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് ഓർത്ത് ഇതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി ഭവിക്കുകയാണ്. ഇതിനാണ് നമ്മൾ ഈ വചനങ്ങളെല്ലാം വായിക്കുന്നത്. അല്ലേ, മടങ്ങി വരുവാൻ അവസരമുണ്ടായിട്ട് മാനസാന്തരത്തിന് ഇട കാണാതെ പോയ ചില ജീവിതങ്ങളെക്കുറിച്ചാണല്ലോ നാം വ്യാഖ്യാനിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അധർമ്മികളുടെ ഇടയിൽ 7-ാം വാക്യം ദൃഷ്ടാന്തമാക്കി. 1, അധർമ്മികളുടെ ഇടയിലാണ് താമസം. ലോത്ത് വലഞ്ഞു പോകാനുള്ള കാരണം, മക്കളെ, വീട് തിരഞ്ഞെടുക്കുമ്പോൾ പോലും താമസിക്കും പോലും 50 രൂപ കുറവാണെന്ന് ഓർത്തുകൊണ്ട്, കാരണം പാപം ഇന്നത്തെ ഇടയ്ക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യരുത്, ഇച്ചിരി 50 രൂപ കൂടുതലാണെങ്കിലും ആത്മീയം നഷ്ടപ്പെടുത്തുന്നിടത്ത് പോയി താമസിക്കരുത്. വളരെ സത്യമായിട്ട് പറയുന്നത്. വീട് വാങ്ങാൻ എൻ്റെ അടുത്ത് ഇനി അടുത്ത് താമസിക്കുന്ന ആരാണ്, ഞാനതൊന്നും പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്ന ഉടനെ GPS കറക്റ്റ് കൊണ്ടെത്തുന്നില്ല നമ്മുടെ വിഷയം. ദൈവത്തിന് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. അല്ല, ഇവിടെ ദൂതന്മാർക്ക് വാതിക്ക നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഈ സോതോമിൽ അവസാനം വന്നിട്ട് ദൂതന്മാർ വരുമ്പോൾ ഇവിടെ വീടിൻ്റെ വാതിക്കുന്ന നാട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി അപ്പച്ചാൻ എന്തുകൊണ്ടിരിക്കുക, വായിച്ചാൽ ചിരിച്ചു പോകും. ഡോർ ഇങ്ങനെ തള്ളിപ്പിടിച്ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നും രാവിലെ നിങ്ങൾക്ക് ജോലിക്ക് പോലും പറ്റത്തില്ല, ഡോർ ഇങ്ങനെ. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഓർപ്പിച്ചില്ല, പാപം വാതിക്ക കിടക്കും. ഇത് പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുക, തെള്ളിക്കൊണ്ട്. എന്നും രാവിലെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ദൈവ സാന്നിധ്യത്തിന് പോലും സ്വസ്ഥതമായിട്ട് അകത്തിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ പറയുന്നു. അധർമ്മികളുടെ ഇടയിൽ താമസിച്ചത് കൊണ്ടാണ് നമ്മുടെ താമസം, സഹവാസം. ഹല്ലേലൂയ. ഞാൻ ഫെലോഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആരുടെ കൂടെ സഹവസിക്കുന്നോ, ഫെലോഷിപ്പ് ചെയ്യുന്നോ, നിങ്ങളുടെ നീതിമാൻ എന്ന അവസ്ഥ വലഞ്ഞുപോയ നീതിമാനായി മാറും. ഇച്ചിരി വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ സവായ ഒന്നും തീരത്തില്ല. ഇത് പറഞ്ഞങ്ങ് പോയിക്കൊണ്ടിരിക്കും. ദൈവമക്കളുടെ ഫോൺ പോലും സൂക്ഷിച്ചോളൂ. ഈ ഫോണെന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ കോള് ചെയ്യുന്ന പോലെ ആരുടെ കൂടെ സഹവസിക്കുന്നോ നിങ്ങൾ വലഞ്ഞു പോകും അവസാനം. സഭായം കഴിഞ്ഞ ഉടനെ നിങ്ങളെ വിളിക്കുന്ന കോള് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ നിങ്ങളെ വളർത്താനല്ല, നിങ്ങളെ തളർത്താനാണ് വിളിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോ എത്രയും പേര് ഇങ്ങനെ കൈയടിച്ച് പാട്ട് പാടി കഴിയുമ്പോൾ അവരുടെ ഡ്രസ്സിനെ കുറിച്ച് പുറത്തിറങ്ങി കംപ്ലൈൻറ്റ് പറയുന്നവൻ കൃപയുള്ളവനല്ല, കൃപ പോയവൻ തന്നെ. എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ആത്മാവിൽ പാട്ട് പാടി ആരാധിക്കും 100 പേര് ആട്ടുപാടും. ഒരാൾ വരുമ്പോഴല്ലേ എന്തെങ്കിലും ഒരു കുഴപ്പം കാണും. അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവൻ കൃപ ചോർത്തിയവൻ തന്നെ. അന്ന് സഭായത്തിന് വന്നത് ആരാധിക്കാൻ വന്നതല്ല, കുറ്റം കണ്ടുപിടിക്കാൻ വന്നതാണ്. നെക്സ്റ്റ് കോൾ വരുമ്പോൾ നീയും അധർമ്മിയായി വലഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഞാൻ ആത്മാവിൽ ദൂത് പറയുക. വലഞ്ഞു പോകരുത്. കൃപ ചോർത്തിക്കളയുന്നിടത്ത് കൊണ്ട് തല വെച്ചിട്ട് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണം അധികം മക്കളെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആധർമ്മികളുടെ നടുവിൽ താമസിക്കും. തുടക്കം അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. വായിച്ചാട്ടെ 13-ാം അധ്യായത്തെ ഉൽപ്പത്തി 13-ാം അധ്യായം അതിന്റെ 12-ഉം 13-ഉം. എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല കേട്ടോ, ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ കയറുമ്പോൾ നമ്മളിങ്ങനെ ആയിപ്പോന്നു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു.
ലോത്ത് ആ പ്രദേശങ്ങളിലെ സോതോമിലോട്ട് കയറിയിട്ടില്ല ആള്. ശ്രദ്ധിക്കണം, ഞാൻ തെക്കോട്ടും വടക്കോട്ടും സോത്ത് നീരോട്ടമുള്ള സ്ഥലം ഇങ്ങനെ നോക്കിക്കണ്ട് തല പൊക്കി നോക്കിയപ്പോൾ എവിടോ നല്ല പച്ചയൊക്കെ കണ്ട് പുള്ളി അങ്ങോട്ടങ്ങ് നമ്മൾ തെക്കോട്ടും വടക്കോട്ടൊക്കെ തിരിയാന്നൊക്കെ അബ്രഹാമും ലോത്തൂടെ തീരുമാനിച്ചു. ലോത്ത് ആ പ്രദേശങ്ങളിലുള്ള പട്ടണങ്ങളിൽ പാർത്തു. നിരങ്ങി പോവാ. നോക്കിയേ, സോതോം വരെ കൂടാരം. ആദ്യത്തെ അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു, ഇവിടെ വെച്ചു. രണ്ടാമത്തെ വാങ്ങിച്ച് എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും, നമുക്ക് അവിടെ വരെ പോണെന്ന്. രണ്ടാമത്തെ ഇവിടെ വെച്ചു. മൂന്നാമത്തെ ഇങ്ങനെ നിരങ്ങി എവിടെ വരെ ചെന്നു? സോതോം വരെ. ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല ഈ പിന്മാറ്റം. ബാക്ക് സ്ലൈഡിങ് നെവർ ഹാപ്പൻ ഇൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സാ, സ്ലോ കില്ലിങ്ങാ. ഇങ്ങനെ കൂടാരം നീക്കി പിന്മാറ്റത്തിന്റെ സ്റ്റെപ്സുകളാണ്. നീക്കി അടിച്ചു. അവസാനം ഇങ്ങനെ നീക്കി അടിച്ചിട്ട് 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സോതോമിന് ഇപ്പൊ പട്ടണ വാതുക്കല്ല, ഗേറ്റിന്റെ വാതുക്കൽ ആളിരിക്കുന്നത്. മെയിൻ പുള്ളി മേയറൊക്കെയാ സിറ്റിയുടെ, അല്ലെ എന്റെ ഭാഷ പറയുക. പുള്ളി ആദ്യമേ ഇങ്ങനെ തുടങ്ങിയതാ, മൂവ് ചെയ്ത് ഇപ്പൊ പട്ടണത്തിനകത്ത് കയറി സോതോമിന്റെ വാതുക്കലെത്തി എന്ന് മാത്രമല്ല, അടുത്ത് വായിച്ചു. ആദ്യമേ ടെന്റ് ആയിരുന്നു, കൂടാരം നീക്കി അടിച്ചവനാണ്. അവസാനം ഇപ്പൊ എന്ത് വെച്ചു? അടുത്ത് വായിച്ചു രണ്ടുപേരെ. നിലം വരെ കുനിഞ്ഞിട്ട് അടിയന്റെ വീട്ടിൽ വരണം. കൂടാരം ഇപ്പൊ എന്തായി മാറി? സോതോമിനകത്ത് നല്ല പ്ലോട്ടൊക്കെ വാങ്ങിച്ച് നല്ല ആഴത്തിൽ കുഴിച്ചു പാറമേൽ വീടൊക്കെ പണിത് അടിസ്ഥാനം ഇട്ട് നല്ല വീടൊക്കെ വെച്ച് ആര് താമസിക്കാൻ തുടങ്ങി? വീടിൻ്റെ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്. തുടക്കം ഇങ്ങനെ നീങ്ങി നിരങ്ങി അങ്ങനെ വലഞ്ഞു പോകുന്നത്. ദൈവമക്കളെ, ഈ ലോകത്തോട് നാം ചേർന്ന് പോകുമ്പോൾ നീതിമാന്റെ ഹൃദയം വലഞ്ഞു പോകും. ആത്മീയത്തോട് നാം അകന്നകന്നു പോകും. വലഞ്ഞ ഹൃദയമുള്ളവനായി മാറി. നാം വിശുദ്ധരാണ്. നമ്മുടെ സഹവാസം, കൂട്ടുകെട്ട്, ഫെലോഷിപ്പ് വിശുദ്ധരായിരിക്കണം. അതല്ലേ ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പ്രദേശത്ത് പാർക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അനാചാരങ്ങളും അധാർമികതകളും അസന്മാർഗികതകളും കൊടികുത്തി വാഴുന്ന മോവാബ് പ്രദേശത്ത് പാർക്കുന്ന ഇസ്രായേൽ മക്കളെ കുറിച്ച് ബിലയാം എന്ന പ്രവാചകൻ പറഞ്ഞത് സംഖ്യ 23-9 വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ, ദേ കനോട്ട് ബി റെക്കൺ അമംഗ് ദ ജെന്റൈൽസ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ. കാരണം യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എടുത്തു കാണിക്കത്തക്കവണ്ണം മറ്റുള്ളവരുടെ മധ്യത്തിൽ. ഹല്ലേലൂയ. 68-ാം സങ്കീർത്തനമാണോ 69-ാം സങ്കീർത്തനമാണോ? അതിനകത്തൊരു വാക്യം ഇങ്ങനെയുണ്ട്: നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ പാർക്കുമ്പോൾ നിങ്ങളുടെ ചിറക് പ്രാവിൻ്റെ ചിറകെന്ന പോലെ പൈമ്പൊന്നുകൊണ്ട് തിളങ്ങുന്നതായിരിക്കട്ടെ. നിങ്ങൾ കിടക്കുന്നത് ട്രഫിൻ്റെ ഇടയിലായിരിക്കും, തൊഴുത്തുകളുടെ ഇടയിലായിരിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ, അശുദ്ധമായതെല്ലാം തൊഴുത്തിനകത്തുണ്ട്, പക്ഷെ നിന്റെ ചിറകിനകത്ത് ഹല്ലേലൂയ ഒരു അശുദ്ധി പോലും പറ്റാതെ പ്രാവിൻ്റെ ചിറക് പൈമ്പൊന്നുകൊണ്ടെന്ന പോലെ തിളങ്ങുന്നവരായിരിക്കണം. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ 100 പേർ അനാവശ്യം പറയുമ്പോൾ അതിൻ്റെ നടുവിൽ വ്യത്യസ്തനായി ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആത്മീയം എന്താത്മീയമാ? 1000 പേർ ഒരുമിച്ച് തുള്ളുന്നിടത്ത് അതിൻ്റെ നടുക്ക് കൃപ ചോർത്തിക്കളയാതെ ജീവിക്കുവാൻ കഴിയുന്നെങ്കിൽ നമ്മെപ്പോലെ ഭക്തന്മാരാരുമില്ല. വിശുദ്ധന്മാരായി ജീവിക്കണം. സ്തോത്രം. അതുകൊണ്ടല്ലേ 2 കൊരിന്ത്യർ 6:14 നിങ്ങൾ പുറപ്പെട്ടു പോകുവിൻ, അശുദ്ധമായതൊന്നും തുടരുതേ, അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്, ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ ഒരു ചേർച്ചയുമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനും ബലയാലിനും തമ്മിൽ ഒരു പൊരുത്തമില്ല, ദേവാലയത്തിന് വിഗ്രഹത്തോട് ഒരു യോഗ്യതയുമില്ല, അധർമ്മികൾക്ക് നീതിമാനോട് ഹല്ലേലൂയ അധർമ്മത്തിനും ധർമ്മത്തിനും നീതിക്കും തമ്മിൽ ഒരു ചേർച്ചയുമില്ല. പുറപ്പെട്ടു പോരണം. എങ്കിൽ മാത്രമേ വേർപാട്. 2 കൊരിന്ത്യർ 6:7 വാക്യം. അതുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ ഹല്ലേലൂയ ദൈവഭയത്തിൽ വിശുദ്ധിയെ, ഈ വാക്തത്വം നമുക്കുള്ളത് കൊണ്ട് പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്, വിശുദ്ധി ദൈവഭയത്തിൽ വിശുദ്ധിയെ, ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമശങ്ങളെയും നീക്കി അല്ലെങ്കിൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണം. സ്തോത്രം. 1 പത്രോസ് 2:9 നമ്മൾ ആരാണെന്നറിയണം. നിങ്ങൾ ആരാണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതിയ. ഞാൻ ആരാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയണം. ഞാൻ ദൈവത്തിന്റെ വകയാ. ഹല്ലേലൂയ. ഞാൻ ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാണ്. അതിൽ കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് നമുക്ക് വേണ്ട. 2, എന്താണ് ലോത്തിനെ വലഞ്ഞുപോയ നീതിമാനാക്കിയത്? അടുത്ത വാക്യം 2 പത്രോസ് 6:7-8 അടുത്ത വാക്യങ്ങൾ. നാൾതോറും കാണുന്ന അധർമ്മ പ്രവൃത്തി, നാൾതോറും കണ്ടതും കേട്ടതും എന്താണ്?
അധർമ്മ പ്രവൃത്തിയാണ്. സ്തോത്രം. കാണുന്നത് എന്താ, കേൾക്കുന്നത് എന്താ, ഇത് നമ്മുടെ ആത്മീയത്തെ ബാധിക്കും. ഒന്ന്, നമ്മുടെ കൂട്ടായ്മ എവിടെ പാർക്കുന്നു, എവിടെ സഹവസിക്കുന്നു എന്നത് നമ്മുടെ ആത്മീയത്തെ ബാധിക്കും. രണ്ട്, നമ്മൾ വാട്ട് വി സീ ആൻഡ് വാട്ട് വി ലിസൺ ഓർ വാട്ട് വി ഹിയർ, നമ്മുടെ കണ്ണും ചെവിയും കൃപ ചോർത്തുന്നത് കാണാനും കേൾക്കാനും ഉള്ളതല്ല. ഹല്ലേലൂയ. വളരെ ഹൃദയത്തിനിമ്പകരമായ, മനസ്സിനിമ്പകരമായ, കാതിനിമ്പകരമായ, കർണരസകരമായുള്ള അല്ലെ, അതരത്തിന് രുചിയുള്ളതൊക്കെ, മണമുള്ളതൊക്കെ കടന്നു വരും. പക്ഷേ കൃപയുള്ളവൻ തിരിച്ചറിയണം. കാരണം അധർമ്മികളുടെ ഇടയിൽ പാർക്കുമ്പോൾ രാവിലെ പോയി അവിടെ പോയി ഇരുന്നാൽ അധർമ്മ പ്രവൃത്തികൾ വിശദീകരിക്കുന്ന സമയമില്ല. പരസ്യമായി പട്ടണത്തിൽ അധർമ്മം നടക്കുന്ന സ്ഥലമായിരുന്നു സോൾദോം ആൻഡ് ഗോമോറ. അത് കണ്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുക. എന്നാൽ എഴുന്നേറ്റ് പോകണ്ട, എഴുന്നേറ്റ് പോകത്തുമില്ല, അവിടെ ഇരിക്കുക. ദൈവമക്കളെ, ഒഴിയേണ്ടവൻ ഓടേണ്ടവൻ ഓടി ഒളിക്കണം. ആവശ്യമില്ലാത്തത് കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നീതിമാൻ ഒഴിഞ്ഞു മാറി നടക്കണം. നമുക്ക് ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റത്തില്ല. പണ്ട് പ്രായമുള്ള ദൈവദാസൻ പറഞ്ഞു കണക്ക്, നിങ്ങൾക്ക് പിന്നെ വഴി മുഴുവൻ വൃത്തിയാക്കിയിട്ട് വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു പാര കൊണ്ട് ചെരുപ്പ് വാങ്ങിച്ചിട്ടങ്ങ് നടന്നാൽ മതി. ഇവിടെ നാട്ടുകാരെ മുഴുവൻ നന്നാക്കിയിട്ട് IPC ഹെബ്രോനിൽ എല്ലാവരും നന്നാകുമ്പോൾ ഞാനും നന്നാകത്തില്ല. നിങ്ങൾ നന്നായാൽ എല്ലാവരും നന്നാകും. ദാറ്റ്സ് ഓൾ, സിമ്പിൾ പ്രിൻസിപ്പിൾ. നിങ്ങൾ ഒരാൾ നന്നാകാൻ തീരുമാനിച്ചാൽ എല്ലാവരും നന്നാകും. ദാറ്റ്സ് ഓൾ. ഒരു ചെരുപ്പിട്ട് നടക്കുക എന്ന് മാത്രം. എല്ലാവരെയും നന്നാക്കുന്ന ജോലിയല്ല നമ്മുടേത്. നമ്മൾ നന്നാകുമ്പോൾ നമ്മളെ കണ്ട് നന്നാകുവാൻ ഒരു കൂട്ടരെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പം അധർമ്മ പ്രവൃത്തി കണ്ട്, ദൈവമക്കളെ, നമ്മൾ കാണുന്നത് കേൾക്കുന്നത് സൂക്ഷിക്കണം. ഒന്നാം സംഘത്തിന് അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചതിൻ്റെ കാര്യം, കാരണം എഴുതിയ ആൾക്കാർ ഇത് ഒന്നാം സങ്കീർത്തനമാകണേ എന്ന് പറഞ്ഞ് എഴുതിയൊന്നുമല്ല. പക്ഷെ അറേഞ്ച് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് അതങ്ങ് വന്നു. ഒന്നാം സങ്കീർത്തനം 1-ാം വാക്യം പറഞ്ഞാട്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. യെരമ്യാവ് പറയുന്ന അധർമ്മികളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടില്ല, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടില്ല, എൻ്റെ ചെവി അവർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. സ്തോത്രം. 101-ാം സങ്കീർത്തനം 7 വാക്യം ഉണ്ടെന്ന് തോന്നുന്നു. 7-ആണോ 8-ആണെന്ന് അറിയുന്നത്, വായിച്ചാട്ടെ. 101-ാം സങ്കീർത്തനം 101-ാം സങ്കീർത്തനം 1-ാം വാക്യം തൊട്ട്. ആ ആ ആ ഞാൻ നിഷ്കളങ്ക, ഓരോ വാക്യവും പറയുന്നു വാട്ട് വി നീഡ് ടു ഡു. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. കാരണം നീ എപ്പോഴാ വരുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ വീട്ടിൽ ഐ വിൽ വോക്ക് ഇൻ മൈ ഹൗസ് വിത്ത് എ സിൻസിയർ ഓർ ദ ഹാർട്ട് ഓഫ് ഇന്റഗ്രിറ്റി, ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ നടക്കും. തീരുമാനിക്കണം. ഐ വിൽ നോട്ട് കീപ് എ വിക്കറ്റ് തിങ്സ് ബിഫോർ മൈ ഐസ്. ഞാനൊരു നീച കാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കത്തില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് ഇരിക്കത്തില്ല. വായിച്ചോ. വക്രത ഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയത്തില്ല. കൂട്ടുകാരനെ കുറിച്ച് ഒരുത്തന്നെ ഏഷണി പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ എന്തോ ചെയ്യും? എന്തോ നശിപ്പിക്കും? അവനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് നശിപ്പിക്കും എന്നാണ്. മേലാൽ അവൻ എന്നോട് പറയാൻ അവസരം കൊടുക്കത്തില്ല. ഓഡിയൻസ് ഇല്ലെങ്കിൽ ആരാ പ്രസംഗിക്കുന്നത്? മക്കളെ, നിങ്ങളെല്ലാവരും ഇപ്പം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് എന്നെ വാക്കൗട്ട് നടത്താമെന്ന് പറയുമ്പോൾ ഞാനും പുസ്തകം മടക്കി വെച്ചിട്ട്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും പുറകെ വരും. കേൾക്കാൻ ആളുള്ളത് കൊണ്ടല്ലേ. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് രാത്രി ഇന്ന് ഫോണിൻ്റെ ആത്മാവാണോ എൻ്റെ മേലെന്ന് അറിയത്തില്ല. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരോടാ സംസാരിച്ചതിനകത്ത് ടൈം കാണും. 31 മിനിറ്റ്, 21 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ. ആ 2 മണിക്കൂറിൽ നിങ്ങളുടെ കൃപ ചോർന്നോ കൃപ വർദ്ധിച്ചോ എന്ന് ചിന്തിച്ചാൽ ഈ ആഴ്ച നിങ്ങൾക്ക് നന്നായിരിക്കും. സ്തോത്രം. ഒന്നും നേടിയില്ല. നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു ഗ്രേഡ് പോലും നേടിയില്ല. നിങ്ങളുടെ കുടുംബത്തിന് ഒരു $1 പോലും കൂടുതൽ നേടിയില്ല. ശുശ്രൂഷയിൽ ഒരു അനുഗ്രഹം നേടിയില്ല, കൃപ ചോർന്നതല്ലാതെ. ഇന്ന് രാവിലെ പറഞ്ഞു വന്നത്, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയം ഉള്ളവനോ ഞാൻ എന്ത് ചെയ്യത്തില്ല, സഹിക്കയില്ല. ആരാ വിശ്വസ്തന്മാരെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കണം നമ്മുടെ ചിന്ത. ഐ വാണ്ട് ടു സീ എ ഫെയ്ത്ത്ഫുൾ മാൻ ഓഫ് ഗാഡ്. ഐ വാണ്ട് ടു ബി വിത്ത് ദം. ഐ വാണ്ട് ടു അസോസിയേറ്റ് വിത്ത് ദം. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്ന പോലെ മനുഷ്യന് മൂർച്ച കൂട്ടണം. സ്തോത്രം. വായിച്ചോ. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല, ഭോഷ്ക് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല.
ആ, അതിന്റെ അർത്ഥം എന്താണ്? രാവിലെ എഴുന്നേറ്റാൽ അശുദ്ധ ചിന്തകളെല്ലാം, മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളെയെല്ലാം ഇന്ന് പകൽ മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നു കയറുവാൻ ഹല്ലേലൂയ പോകുന്നത്. പ്രവാചകന്റെ ഭാഷയെ പറഞ്ഞാൽ വാത് കെട്ടി നിൽക്കുന്ന പോരുകളൊക്കെ, ഇങ്ങനെ വാതുക്കെ വന്ന് നിൽക്കുന്ന സകലതിനെ ഞാൻ ഛേദിച്ചു കളയും. ഐ വിൽ നോട്ട് ഗിവ് എൻ എൻട്രൻസ് ഫോർ എനി വിക്കറ്റ് തിങ്സ് ഇൻ ടു മൈ ഹാർട്ട്. ഹല്ലേലൂയ. ഒരു അശുദ്ധത്തിനും എൻ്റെ അകത്ത് കയറാൻ അവസരം കൊടുക്കത്തില്ല. തീർന്നു, അത്രയേ ഉള്ളൂ. 8 വാക്യമുള്ളോ? പ്രൈസ്, അത് തന്നെ അധികം. അല്ലല്ലേ, 8 വാക്യത്തിനകത്ത് ഒന്നുകൂടെ വായിക്കുക, നമ്മുടെ ഹൃദയം. അപ്പം എന്തുകൊണ്ടാണ് കണ്ടും കേട്ടും? അധർമ്മ പ്രവർത്തികൾ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ പറ്റുകയില്ല. കേൾക്കാൻ തുടങ്ങുമ്പോൾ ചെവി പൊത്താൻ പറ്റാത്തത് കൊണ്ട് അവൻ വലഞ്ഞുപോയ നീതിമാനായി മാറി. 3, അടുത്ത ആ വാക്യത്തിന് ഒന്നും കൂടെ, 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 7-8. ആ, തൻ്റെ നീതിയുള്ള മനം നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയിൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. മനം നൊന്തു, അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ, അധർമ്മങ്ങൾ, ഇമ്മോറാലിറ്റിയൊക്കെ കണ്ടിട്ട് ലോത്തിൻ്റെ മനസ്സിന് എന്തോ ഉണ്ട്? വേദനയുണ്ട്. വേദനയുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ വലഞ്ഞു പോകുന്നു. എല്ലാം നമ്മൾ സഹതപിക്കും. അയ്യോ ശരിയാണല്ലോ ഭാഷ എല്ലാം പറഞ്ഞാൽ ശരിയാ, അയ്യോ സഹോദരി പറഞ്ഞ കറക്റ്റാണല്ലോ, എല്ലാവരും പറയുന്നത് ശരിയാ, പക്ഷെ ഒരു തീരുമാനം എടുക്കത്തില്ല. ഇതാ നമ്മുടെ കുഴപ്പം. എവറിത്തിങ് ഇസ് ഓൾ റൈറ്റ്, ഒരു കുഴപ്പമില്ല. അയ്യോ ഇതുപോലെ അല്ലല്ലോ, ഏത് ദൂതുമാണ്, അടുത്ത പ്രവാചകനെ വിളിക്കണം, അടുത്ത പാസ്റ്ററെ വിളിക്കണം, ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്. പക്ഷെ വി വിൽ നോട്ട് മേക്ക് എനി റിസോൾവ് റെസൊല്യൂഷൻ. ഒരു തീരുമാനം എടുക്കത്തില്ല. ഓർപ്പയെ പോലെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയണം, എത്ര വേണേലും ഒച്ചത്തിൽ കരയും. അമ്മാവി നമ്മുടെ തോളെ വീണാണ്, ആ കരച്ചിൽ ബഹുദൂരം കേട്ടു. എന്തൊച്ചത്തിലാണ് ഓർപ്പ കരഞ്ഞത്. പിന്നെ പിന്നെ നോക്കുമ്പോൾ അമ്മാവ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോന്നു. കാരണം പോകാൻ പറയാൻ രൂത്തോ അമ്മാവിയമ്മോട് പറ്റി നിന്നു. നീ പോകുന്നിടത്ത് ഞാനും പോകും, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ ആരാധിക്കും ഞാനും ആരാധിക്കും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ റിസോൾവ് ഓർ ദ റെസൊല്യൂഷൻ. ഹല്ലേലൂയ. ഓർ ദ ഡിസിഷൻ ഓഫ് രൂത്ത്. അതായിരുന്നു രൂത്തിന്റെ തീരുമാനം. ദൈവമക്കളെ, ഒരു തീരുമാനം എടുക്കണം. വചനം കേട്ടിട്ട് കാര്യമൊന്നുമില്ല. വി നീഡ് ടു മേക്ക് എ ഡിസിഷൻ. എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കണം. മടങ്ങി വരുന്നു. ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായതിൻ്റെ 4 കാരണങ്ങളുണ്ട്. 4 പറയാൻ സമയമില്ല. ഇന്ന് രാവിലെ ഒരെണ്ണം പറയാൻ ശ്രമിക്കാം. അങ്ങനെ 5-6 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായതിൻ്റെ 4 കാരണങ്ങൾ. തിരിഞ്ഞു നോക്കിയെന്ന് ഞാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കി പുള്ളിക്കാരി ആരായി മാറി? ഒറ്റ നിപ്പ് ഉപ്പ് തൂണായിട്ട്. പോയവരൊക്കെ കണ്ടായിരുന്നു. ഉപ്പ് തൂണ് പോയവരുണ്ടല്ലോ, യെരുശലേമിൽ പോയവരൊക്കെ ഉണ്ടല്ലോ, കണ്ടായിരുന്നു. ഉപ്പ് തൂണ് പുള്ളിക്കാരി ഉണ്ടോ അവിടെ എപ്പോഴും? ഓക്കെ, സുഖമായിരിക്കുന്നു. ഓക്കെ. ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായിപ്പോയി. ഒന്നാമത്തെ കാരണം നമ്പർ 1 അനുസരണക്കേടാണ്, ഡിസൊബീഡിയൻസ്. ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായതിൻ്റെ 1-ാം കാരണം അനുസരണക്കേടാണ്. കാരണം ദൈവശബ്ദം പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആവർത്തിക്കുന്നു, മുന്നോട്ട് മാത്രം നോക്കി ഓടുക. പർവ്വതം മാത്രമേ ലക്ഷ്യമുണ്ടാകാവൂ, വേറെ ഇടം വലം നോക്കരുത്. 2 പുറകോട്ട് നോക്കരുതെന്ന് എടുത്ത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞു. നെവർ ലുക്ക് ബാക്ക്. എന്ത് ചെയ്യരുത്? പുറകോട്ട് അങ്ങനെ പറയാൻ കാരണം ഉണ്ടായിട്ടല്ലേ പറയുന്നത്. എന്തിനാ ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? പറയാൻ കാരണം ഉണ്ടായിട്ട്. ദൂതം പറഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യാൻ പാടില്ല. ദൂത് കേട്ടാൽ മറുചോദ്യം ഇല്ല. സൈഡോട്ട് നോക്കാമോ, മുന്നോട്ട് നോക്കാമോ, എത്ര സ്പീഡിൽ നോക്കാം, എത്ര ആംഗിളിൽ തിരിക്കാം, 180, 360, 40, 45, എത്ര ഡിഗ്രി തിരിക്കാം, അതൊന്നുമില്ല. പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ പുറകോട്ട് എന്ത് ചെയ്യരുത്? നോക്കരുത്. അനുസരണക്കേട്. ദൈവമക്കളെ, ദൈവശബ്ദം വ്യക്തമായി കേട്ടതാ. ദൂതൻ നേരിട്ട് സംസാരിച്ചതാണ്. കൈപിടിച്ചാണ് അവരോട് സംസാരിച്ചത്. ഭർത്താവ് അനുസരിച്ചതാ, പിള്ളേരും അനുസരിച്ചതാ. നോക്കണം, ഭർത്താവ് അനുസരിച്ചത് കൊണ്ട് ഭാര്യയ്ക്ക് രക്ഷ കിട്ടണമെന്നില്ല. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ തത്വം. രക്ഷ വ്യക്തിപരമാണ്. മാതാപിതാക്കൾ കർത്താവിനെ സേവിച്ചതിൻ്റെ പേരിൽ മക്കൾക്ക് അനുഗ്രഹം കിട്ടും. മക്കളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് പ്രായം പക്വതയാകുമ്പോൾ, അപ്പ അമ്മ എന്ന് വിളിക്കുവാൻ പ്രായമായി, നന്മതിന്മകളെ തള്ളിക്കളയുവാൻ പ്രായമായി വരുമ്പോൾ അവർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്വീകരിക്കണം. പെന്തക്കോസ് കുടുംബത്തിൽ പിറന്നത് കൊണ്ട് പെന്തക്കോസുകാരനാകുന്നില്ല. പെന്തക്കോസ് മാതാപിതാക്കളുടെ പാസ്റ്റർ മക്കളായി പിറന്നത് കൊണ്ട് അവർ ആത്മീയരാകുന്നില്ല. അവർ അവരുടെ ഹൃദയം കൊണ്ട് യേശുവിനെ അംഗീകരിക്കണം. അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകും. ഭർത്താവ് വിശ്വസിച്ച് ഓടിപ്പോയി, ഭാര്യ രക്ഷപ്പെട്ടില്ല. മക്കൾ ഓടി, ഭാര്യ രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് എന്നിട്ടും അവൾ അനുസരിച്ചില്ല. എല്ലാവരും, ഒരു വീട്ടിലെ എല്ലാവരും അനുസരിച്ചിട്ട് അവൾ എന്ത് ചെയ്തില്ല? അവൾ അനുസരിച്ചില്ല. സ്തോത്രം. ഓരോരുത്തരും ദൈവകൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഓരോരുത്തരും ദൈവകൽപ്പന അനുസരിക്കണം. അനുസരണക്കേടെന്ന പാപം എത്ര കഠിനമാണെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. ആദ്യ മാതാപിതാക്കളിലെ പാപം തന്നെ എന്തായിരുന്നു? അനുസരണക്കേടായിരുന്നു. അടുത്ത ആഴ്ചകളിൽ അടുത്ത 3 കൂടെ ഞാൻ ഓർപ്പിക്കും. 3-4 വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. യിരെമ്യാവ് 18:10.
യിരെമ്യാവ് 18:10. സ്തോത്രം. അവർ എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമുള്ളതായത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യും? ദൈവം പറയുക, ഞാൻ അനുഗ്രഹിക്കാന്നൊക്കെ വാഗ്ദത്തം ചെയ്യും, പക്ഷെ എനിക്ക് വളരെ സംശയം ഉളവാക്കുന്നൊരു വാക്യമാണ് ഇപ്പോഴും. പല വാക്യങ്ങളും ഉണ്ട് അങ്ങനെ. ദൈവം ചിലപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അനുദപിച്ചിരിക്കാം. സ്തോത്രം. ദൈവം ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല. അനുസരിക്കുന്നവർക്കാണ് നന്മയുള്ളത്. ആവർത്തനം 28:15 അനുഗ്രഹത്തിൻ്റെ എൻ്റെ വാക്ക് അനുസരിക്കുന്നുവെങ്കിൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെയും നിങ്ങളുടെ മേൽ വന്നു ചേരും. സങ്കീർത്തനം 78:10 അവർ അവനോട് അനുസരണം, അവർ അവൻ്റെ വാഗ്ദത്തങ്ങളെ വേഗത്തിൽ മറന്നുകളെ. അങ്ങനെ വാക്യം സങ്കീർത്തനം 78:10. എഫേസ്യർ 5:6 അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ. സങ്കീർത്തനം 78:10. അവർ ന്യായപ്രമാണത്തെ അനുസരിച്ച് റെഫ്യൂസ് ചെയ്യുകയാണ്. എഫേസ്യർ 5:6 വാക്യത്തിൽ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന എഫേസ്യർ പുതിയ നിയമത്തില വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ഈ നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. സ്തോത്രം. തീത്തോസ് 1:16, 3:3, കൊലോസ്യർ 3:6 അനുസരണക്കേടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവമക്കളെ, നാം ദൈവത്തെ അനുസരിക്കാൻ ബാധ്യത ഉള്ളവരാണ്. ദൈവവചനത്തെ അനുസരിക്കണം. കേൾക്കുക മാത്രം ചെയ്യാതെ, വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ പ്രമാണിക്കുന്നവരായും ഇരിക്കണം. ഇന്ന് രാവിലെ നാം കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. എല്ലാ കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കും. ലോത്തെങ്ങനെയാണ് വലഞ്ഞു പോയതെന്ന് ഞാൻ ഓർപ്പിച്ചു. ലോത്തിൻ്റെ ഭാര്യ അനുസരണക്കേടാണ് അവളുടെ ജീവിതത്തിൽ അവളെ ഒന്നാമത് അവളെ കൊണ്ടുവന്ന് ഈ തെരുവത്തിലെത്തിച്ചത്. ഇന്ന് രാവിലെ കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം.